നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തോണ്ടിക്സ് മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. തോണ്ടിക് മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസിൻ്റെ വേറൊരു പേരാണ് അനാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്. അപ്പം തോണ്ടിക് ഒരു ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ വേറെയും തിയറീസ് തോണ്ടിക്കിൻ്റെ പഠിച്ചിട്ടുണ്ട്. അപ്പം തോണ്ടിക് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫാക്ടറിൽ ഒരു സിംഗിൾ ഫാക്ടർ അല്ല അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ്. അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒത്തിരി ഘടകങ്ങൾ ചേർന്നതാണ് എന്നാണ് തോണ്ടിക്കിന്റെ വാദം. സോ ഈ ഒരു തിയറിക്ക് പറയുന്നത് ബഹുഘടന സിദ്ധാന്തം എന്നാണ്. ബഹുഘടന സിദ്ധാന്തം. അതിന് വേറൊരു പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. അപ്പം ഇനി തോണ്ടിക്ക് പറയുന്നത് എന്താന്ന് നോക്കാം. തോണ്ടിക്സ് മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ് പോയിസ് that intelligence is composed of multiple independent factors rather than single unified ability. So intelligence എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ യൂണിഫൈഡ് എബിലിറ്റി അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ഇൻ്റലിജൻസിനോ സ്പെസിഫിക് ഇൻ്റലിജൻസിനോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടിച്ചേരുന്നതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ലൈക്ക് ന്യൂമറിക്കൽ റീസണിങ്, വൊക്കാബുലറി, ക്ലാസിഫിക്കേഷൻ, സെൻറ്റൻസ് കംപ്ലീഷൻ, അങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റുന്നതിലും ഒത്തിരി കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണ്, നമുക്ക് ഇൻ്റലിജൻസ് ഉണ്ട് ആ എക്സാം എഴുതാൻ. പക്ഷേ അതിന് നമുക്ക് എന്തൊക്കെ എബിലിറ്റീസ് കൂടിയിട്ടാണ് ഈ ഇൻ്റലിജൻസ് വരുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാൻ അറിയണം, അത് മനസ്സിലാക്കാൻ കഴിയണം, നമുക്ക് എഴുതാൻ അറിയണം, അല്ലേ? അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണം. അപ്പം ഇങ്ങനെ ഒത്തിരി മീൻസ് എഴുതാൻ അറിയാന്ന് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയണം, അതിനെ മനസ്സിലാക്കാൻ അറിയണം, എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് അറിയണം. അപ്പം ഒത്തിരി ഫാക്ടേഴ്സ് കൂടിച്ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സിംഗിൾ ഫാക്ടറോ അല്ലെങ്കിൽ 2 ഫാക്ടറോ അല്ലെങ്കിൽ 5-6 ഫാക്ടറോ അങ്ങനെയല്ല ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് പറയുന്നത് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് എന്താണ്? മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. Okay, so according to the multi-factor theory of intelligence, intelligence is formed by combining several separate independent factors. ഒത്തിരി സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടി ചേരുന്നതാണ് എന്ത്? ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ എന്താണ്? എനി ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ സെവറൽ സെറ്റ് മൈന്യൂട്ട് ഫാക്ടേഴ്സ് ഓപ്പറേറ്റിംഗ് ടുഗെദർ. അപ്പം ഏതൊരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എടുത്താലും അതെന്തും ആവാം കേട്ടോ. ഈ എക്സാം എഴുതുന്ന പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് നമ്മൾ എടുത്താലും എന്താണ്? ഒരു ആക്ടിവിറ്റി, ഒരു ഇൻ്റലക്ച്വൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഒത്തിരി മൈന്യൂട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റലിജൻസ് എന്നാണ് തോണ്ടിക്ക് പറയുന്നത്. ഓക്കെ, so Thorndike believed that intelligence is like a series of skills or talents. So intelligence എന്ന് പറയുന്നത് ഒരു സ്കില്ലോ ഒരു ഫാക്ടറോ ഒന്നുമല്ല. എന്താണ്? ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയിൽ ഒത്തിരി എന്തുണ്ട്? മൈന്യൂട്ട് ഫാക്ടേഴ്സ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ, ഒത്തിരി സ്കിൽസ് അല്ലെങ്കിൽ ഒത്തിരി ടാലൻസ് ഒരുമിച്ചുള്ളതാണ് എന്ത്? ഇൻ്റലിജൻസ്. അപ്പോൾ തോണ്ടിക്ക് ഇതിനെ ഉപമിച്ചത് ഒരു എന്താ പറയുക, വാളിനോടാണ്, ഭിത്തിയോടാണ്. ഭിത്തി എങ്ങനെയാണ് നമ്മൾ പണിയുന്നത്? ഈ കട്ടകൾ എടുത്തെടുത്ത് വെച്ച് ഓരോ കട്ടയും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിനെ വെച്ചാണ് എന്ത് നമ്മൾ പറയുന്നത്? ഒരു വാള് പണിയുന്നത്, അല്ലേ? അപ്പം ഈ ഓരോ കട്ടയ്ക്കും നമ്മൾ പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ സ്കിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാലൻറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒത്തിരി ടാലൻസ് ചേർന്നതാണ് ഒത്തിരി. ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വാളാണെന്നാണ് പറയുന്നത്. ആ വാളിൽ എന്തൊക്കെയുണ്ട്? ഒത്തിരി മൈന്യൂട്ട് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഈ മൈന്യൂട്ട് ഫാക്ടേഴ്സ് എല്ലാം എന്താണ്? ഇൻഡിപെൻഡൻറ്റും ആണ്. ഓക്കെ, സോ തോണ്ടിക്ക് ഉപമിച്ചത് എന്തിനോടാണ്? ബുദ്ധിയെ ഉപമിച്ചത് ഒരു വാളിനോടാണ്. ബ്രിക്സ്, വാളിലുള്ള ഒരു ബ്രിക്സിന്റെ സെറ്റിനോടാണ്. അതായത് ബ്രിക്സ് കൂടിച്ചേർന്ന് വാൾ ഉണ്ടാകുന്നത് പോലെയാണ് പല മൈന്യൂട്ട് ഫാക്ടേഴ്സ് കൂടിച്ചേർന്ന് ഇൻ്റലിജൻസ് ഉണ്ടാകുന്നത്.